ആദ്യം തന്നെ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഫാദർ പയസ് ഗോതുരത്ത് എന്നെ വളരെ സ്നേഹത്തോടെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിസംബർ തൊട്ട് നിരന്തരമായി ഈ പ്രോഗ്രാമിന് ഞാൻ വരണമെന്ന് എൻഷുർ ചെയ്ത ശ്രീ ജോയി ഗോതുരത്ത്, ജോണോച്ചുന്തുരത്ത് മെമ്മോറിയൽ അക്കാഡമി ഓഫ് ഹിസ്റ്ററിയുടെ ഓഫീസ് ബെയറേഴ്സ്, ഇന്ന് ഇവിടെ മോഡറേറ്റർ ആയിട്ടുള്ള ശ്രീ ഇഗ്നീഷ്യസ് ഗോൺസാൽവസ്, ജീവനാഥം മുൻ പത്രാധിപർ, ബിഷപ്പ് അലക്സ് വടക്കുന്തല, ഇവിടെ വേദിയിലും അതേപോലെ തന്നെ സദസ്സിലുമായിട്ട് ഇരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത ടോപ്പിക്ക് വളരെ ഘനമുള്ളൊരു ടോപ്പിക്കും സമയം വളരെ കുറച്ചുമാണ്. അതുകൊണ്ട് കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്. ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു ഫോളോ മീ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഞാൻ വളരെ മനഃപൂർവ്വമാണ് ഈ ഒരു ടൈറ്റിലിൽ ജാതിരാഹിത്യം എന്നുള്ള ടേം ചൂസ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആരോടെങ്കിലും സംസാരിച്ചാൽ ജാതിയെക്കുറിച്ച് ഭയങ്കര സിനിക്കലായിട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. ജാതിയോ, അതൊന്നും മാറാൻ പോകുന്നില്ല, നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, കുറച്ചൊക്കെ കുറയുമായിരിക്കും, പക്ഷെ ഒരിക്കലും ജാതി മാറാൻ പോകുന്നില്ല എന്നുള്ളൊരു രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങളൊരു 80 year old അമ്മൂമ്മയോട് ചോദിച്ചാലും ഒരു 15 വയസ്സുള്ള സ്കൂൾ കുട്ടിയോട് ചോദിച്ചാലും ഇത് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ വി നീഡ് ഹോപ്പ്. കാരണം അംബേദ്കറിൻ്റെ തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം ജാതി ഉന്മൂലനം എന്ന് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാതി ഉന്മൂലനം സാധ്യമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ ജാതി ഉന്മൂലനം സാധ്യമാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പണിപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിന് ഒരു സ്റ്റെപ്പാണ് ജാതിക്കെതിരെയുള്ള ജ്ഞാനോൽപാദനം എന്ന് പറയുന്നത്. ആ ഒരു ജ്ഞാനോൽപാദന പ്രക്രിയയിലാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും ഈ സെമിനാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. കാരണം സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് ഈസ് ടു അക്നോളജ് ദാറ്റ് കാസ്റ്റ് ക്യാൻ ബി ഫോട്ട് ആൻഡ് കാസ്റ്റ് ക്യാൻ ബി എൻഡഡ്. ജാതിയെ തുരത്തി മാറ്റാൻ ഉള്ള സാധ്യതകൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നേരത്തെ ഇവിടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ തന്നെ ആയുധങ്ങളാക്കി മാറ്റണം എന്ന് പറയുന്നത് നമ്മൾ അഗ്രസീവ് ആകണം എന്നുള്ള രീതിയിലല്ല. നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലും അതുപോലെ നമ്മൾ ആരെ നമ്മുടെ കമ്പാനിയൻസ് ആയിട്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലും നമ്മൾ ആരോടുമായി കൂട്ടുകൂടുന്നു എന്നുള്ള കാര്യത്തിലും നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ ആരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യത്തിലും നമ്മുടെ വോട്ട് എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിലും എല്ലാം തന്നെ ജാതി എന്നുള്ളൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് ജാതിയെ തകർക്കാനും കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല, അംബേദ്കർ പറഞ്ഞതാണ്. പക്ഷേ ഈ ജാതി എന്നുള്ളത് ഇന്ത്യൻ സിവിലൈസേഷൻ്റെ എസെൻസ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു വലിയ ഡിസ്കോഴ്സ് നിലനിൽക്കുന്ന സമയത്ത് ജാതിക്കെതിരെ വീണ്ടും 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 സംസാരിക്കേണ്ടതിൻ്റെ ഭാരം പലപ്പോഴും വരുന്നത് സഹോദരൻ അയ്യപ്പൻ സൂചിപ്പിച്ചതുപോലെ അവർണരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്ന ആരോ എന്ന് ചോദിച്ചാൽ ദളിത് ആക്ടിവിസ്റ്റുകൾ തന്നെയാണ്, ദളിത് സ്കോളേഴ്സ് തന്നെയാണ്. പിന്നെ സംസാരിക്കുന്ന ആരോ എന്ന് ചോദിച്ചാൽ ബഹുജൻ സ്കോളേഴ്സാണ്, ബഹുജൻ ആക്ടിവിസ്റ്റുകളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദളിത് ലിറ്ററേച്ചറും ബഹുജൻ ലിറ്ററേച്ചറും ഇത്രയധികം ജാതിക്കെതിരെ ഏകദേശം ഒരു 70 വർഷത്തോളമായിട്ട് പ്രൊഡ്യൂസ്ഡ് ആയിട്ടും നമ്മളിൽ എത്ര പേര് അതിൽ ഒരു ബുക്കെങ്കിലും വായിച്ചിട്ടുണ്ട്? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളോട് തന്നെ ചോദിക്കണം. അംബേദ്കറിൻ്റെ അനൈലേഷൻ ഓഫ് കാസ്റ്റ് ഏറ്റവും ചെറിയൊരു പുസ്തകമാണ്, 50 പേജേ ഉള്ളൂ. നമ്മൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ചോദിക്കേണ്ടയും നിരന്തരമായിട്ട് ജാതിക്കെതിരെയുള്ള എൻഗേജ്മെൻറ്റുകളിൽ ഭാഗഭാക്കാക്കുകയും ചെയ്താൽ മാത്രമേ ജാതി പോകുള്ളൂ. അല്ലാതെ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ജാതി നാളെ പോകുമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സോ ജാതിക്കെതിരെയുള്ള അല്ലെങ്കിൽ ജാതിരഹിത സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്കെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൽ തെറ്റിദ്ധരിക്കരുത് സ്കൂൾ എഡ്യൂക്കേഷനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം പലപ്പോഴും പർട്ടിക്കുലർലി മലയാളികൾക്ക് വിദ്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് സ്കൂളിൽ, കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ മാത്രം നടക്കുന്ന കാര്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ലേണിംഗ് നടക്കുന്നത് സമൂഹത്തിലാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ലേണിംഗ് നടക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. അതും ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസം തന്നെയാണ്, അതും ഒരു തരത്തിലുള്ള
ജ്ഞാനത്തിൻ്റെ എക്സ്ചേഞ്ച് തന്നെയാണ്. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ അക്നോളജ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ മോഡേണിറ്റി ആണെന്ന് വാദിക്കുന്ന ഒരുപാട് സ്കോളേഴ്സ് ഉണ്ട്. ഇല്ല, കൊളോണിയൽ മോഡേണിറ്റിയിൽ നിന്ന് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ മോഡേണിറ്റിയിലേക്ക് മാറിയിട്ടില്ല എന്ന് വാദിക്കുന്ന മറ്റൊരു സംഘം സ്കോളേഴ്സും ഉണ്ട്. ഇനി കൊളോണിയൽ മോഡേണിറ്റി എന്നുള്ളത് വോൾട്ടർ മിക്നെലോ എന്ന് പറഞ്ഞ ഒരു സ്കോളറിനെ അതിനു മുമ്പ് തന്നെ മറ്റാൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഏറ്റവും ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടുള്ളത് വോൾട്ടർ മിക്നെലോ ആണ്. വോൾട്ടർ മിക്നെലോ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്, വ്യവസായ വിപ്ലവം നടന്നു കഴിഞ്ഞ ഒരു ലോകത്ത്, റിനയസാൻസ് നടന്നു കഴിഞ്ഞ ഒരു ലോകത്ത് പുതിയ കുറേ ആശയങ്ങൾ വന്നു. അതിലൊരു വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആശയമാണ് നാഷണലിസം എന്ന് പറഞ്ഞൊരാശയം. വ്യവസായ വിപ്ലവത്തിൻ്റെ ട്വിൻ ആയിട്ടുണ്ടായ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് എറിക് ഹോബ്സ്ബോം ഒക്കെ വിളിക്കുന്ന ട്വിൻ റെവല്യൂഷൻസ്, അതായത് വ്യവസായ വിപ്ലവം ഉണ്ടായത് കൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായതോ, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത് കൊണ്ടാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത് എന്നും എറിക് ഹോബ്സ്ബോം പറയുന്നുണ്ട്. അങ്ങനെ ഈ ട്വിൻ റെവല്യൂഷൻസ് ഉണ്ടായ ലോകത്ത് ഉടലെടുത്തൊരാശയമാണ് നാഷണലിസം എന്നുള്ളൊരു സങ്കല്പം. മേ ബി ഈ ഒരു രണ്ട് വിപ്ലവങ്ങളും ഈ ലോകത്ത് നടന്നില്ലായിരുന്നെങ്കിൽ നാഷണലിസം ഇത്ര പെട്ടെന്ന് ലോകത്തിലെല്ലാം തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു ഐഡിയ ആയിട്ട് മാറുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഒരു റെറ്ററിക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ നാഷണലിസം എന്ന് പറയുന്നത് ഒരു ദിവസം വെറുതെ പൊട്ടി മുളച്ച ഒരാശയമല്ല. നാഷണലിസം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്ത്യൻ എന്ന് നമ്മളെ തന്നെ വിളിക്കുന്നെങ്കിൽ, ഒരു ഫ്രഞ്ചുകാരൻ അയാളെ തന്നെ ഫ്രഞ്ച് നാഷണൽ എന്ന് വിളിക്കുന്നെങ്കിൽ, ഇതിൻ്റെ പുറകിൽ ഈ ഒരു രാഷ്ട്രീയ ഐഡൻറ്റിറ്റികൾ നിർമ്മിക്കപ്പെട്ടതിൻ്റെ പുറകിൽ ഒരു വലിയ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നാഷണൽ ഐഡൻറ്റിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് പോസ്റ്റ് 1850s ആണ് ഇതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചർ വരുന്നത്. ലോകത്തിൽ നമുക്ക് ഒരു പൊളിറ്റിക്കൽ എൻറ്റൈറ്റിയുടെ ഭാഗമായിട്ട് എനിക്ക് എന്നെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഞാൻ എൻ്റെ സ്വത്വത്തിനെ ഒരു നേഷൻ്റെ പരിമിതിക്കുള്ളിൽ, അല്ലെങ്കിൽ നേഷൻ എന്ന ഡെഫിനീഷനിലുള്ളിൽ എൻ്റെ സ്വത്വത്തിനെ കൊണ്ടുവരാം എന്നുള്ളൊരാശയം ഈ ലോകത്ത് വരുന്നത്. നോ, ദിസ് വാസ് നോട്ട് എ ഈസി തിങ് ടു ഡു. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു പ്രക്രിയ അല്ലായിരുന്നു. കാരണം ഇതിന് നാഷണലിസത്തിന് മുന്നേ നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട് ലോകത്ത്. അതിലൊരു കാര്യമാണ് റിലീജിയൻ എന്ന് പറയുന്നത്, മറ്റൊരു കാര്യമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്, ഇനി മറ്റൊരു കാര്യമാണ് ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇതിനെല്ലാം നമ്മൾ പ്രൈമോഡിയൽ ഐഡൻറ്റിറ്റി, അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി, നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നതല്ല. ഞാൻ ഇന്ന മതത്തിൽ ജനിക്കണമെന്ന് തീരുമാനിച്ച് ഞാൻ ജനിക്കുന്നതല്ലല്ലോ. ഞാൻ ഇന്ന മതത്തിൽ ജനിക്കപ്പെടുന്നതാണ്, ഇന്ന ജാതിയിൽ ജനിക്കപ്പെടുന്നതാണ്, ഇന്ന പ്രദേശത്തിൽ ജനിക്കപ്പെടുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഐഡൻറ്റിറ്റീസിനെ മറികടന്ന് ഇതിനേക്കാളും ഒരു ലാർജർ എൻറ്റൈറ്റി അല്ലെങ്കിൽ ലാർജർ ഫിനോമിനൻ ഉണ്ടായി വരികയും ആ ലാർജർ ഫിനോമിനനിലേക്ക് ആൾക്കാർ ട്രാൻസ്ഫോംഡ് ആകുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഈ നാഷണലിസ്റ്റ് ഐഡൻറ്റിറ്റിയുടെ ഫോർമേഷനിൽ നടക്കുന്നുണ്ടെന്ന് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ പോലെയുള്ള സ്കോളേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, അന്ന് വരെ നേഷൻ എന്ന് കേട്ടിട്ടില്ലാത്ത, രാഷ്ട്രം എന്ന് കേട്ടിട്ടില്ലാത്ത, ദേശം എന്ന് കേട്ടിട്ടില്ലാത്ത രാജഭരണത്തിന് കീഴിൽ താമസിക്കുന്ന മനുഷ്യർ, രാജഭരണം എത്ര ഡീപ്പാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്നും തിരുവിതാംകൂർ രാജാവിനെ ആഘോഷിക്കുന്ന ഒരു ജനതയുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത്. എത്ര തമാശയാണെന്ന് വിചാരിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും പ്രിൻസ് എന്നൊരാളെ വിളിക്കുകയാണ്, കിങ് എന്നൊരാളെ വിളിക്കുകയാണ്, അയാളെ അവിടെ ഒരു മേജർ ഉത്സവത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ്. ഇത് ഒരു ഡെമോക്രസിയിൽ ഇത് ഭൂഷണമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ നിലനിൽക്കുമ്പോൾ തന്നെ ആസ് എ ഹിസ്റ്റോറിയൻ എനിക്കത് കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്, എത്ര ഡീപ്പായിരുന്നു രാജഭരണത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത്. അതായത് ഇത്ര നാൾ കഴിഞ്ഞിട്ട് പോലും പൊന്നു തമ്പുരാൻ എന്ന് അഭിസംബോധന കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങനെ വിളിക്കുന്നതുമായിട്ട് ഒരു ജനത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 100 വർഷം മുമ്പേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ എത്ര കഷ്ടപ്പെട്ട് കാണും രാഷ്ട്രം എന്നൊരാശയം ആൾക്കാരിൽ എത്തിക്കാൻ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിനെ കുറിച്ച് പറഞ്ഞു വെച്ച ഫിലോസഫേഴ്സ് എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രൈമോഡിയലായിട്ടുള്ള ജാതി എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിക്ക് ഉപരിയായി, അവരുടെ റിലീജിയസ് ഐഡൻറ്റിറ്റിക്ക് ഉപരിയായി ഇന്ത്യൻ എന്നുള്ള ഒരു ഐഡിയ. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആഫ്രിക്കൻ നേഷൻസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റും, യൂറോപ്യൻ നേഷൻസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റും. കാരണം ഈ മൊഡേണിറ്റി
ലോകത്ത് വന്നതിൽ പിന്നെയാണ് നേഷൻ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായി വരികയും നാഷണാലിറ്റി എന്നുള്ളൊരു സങ്കല്പം ബാക്കിയുള്ള ഐഡൻറ്റിറ്റികളിന് ഉപരിയായി ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഉടലെടുത്ത് വരികയും ചെയ്യും. അപ്പം ഈ നാഷണൽ ഐഡൻറ്റിറ്റിയിലേക്ക് ബാക്കി എല്ലാ ഐഡൻറ്റിറ്റികളും ചേർത്ത് വെക്കപ്പെട്ടതാണെന്നും അല്ല അതിലേക്ക് സബ്സ്യൂംഡ് ആയെന്നുള്ള വാദങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന്. നേരത്തെ ഇവിടെ സംസാരിച്ച അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ലാറ്റിൻ ക്രിസ്ത്യൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ലാറ്റിൻ ക്രിസ്ത്യൻ എന്നുള്ള ഐഡൻറ്റിറ്റി മാത്രമായിരിക്കില്ലല്ലോ. നിങ്ങൾക്ക് പുരുഷൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും, ഇന്ത്യൻ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും, മലയാളി എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ പല പല ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അപ്പം ഐഡൻറ്റിറ്റീസ് ലെയറിങ് എന്നുള്ളൊരു പ്രോസസ്, ഒന്നിൻ്റെ മേൽ അടുത്തൊന്ന് അതിൻ്റെ മേൽ അടുത്തൊന്നായിട്ട് അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണോ, അതോ ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം എൻമെഷ്ഡ് ആയിട്ട് ഒന്ന് മറ്റൊന്നിൽ ഇഴചേർന്ന് ചേരുന്നതാണോ? ഇങ്ങനെയുള്ള വലിയ പൊളിറ്റിക്കലും ഫിലോസഫിക്കലുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് കൊളോണിയലിസം നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ. കാരണം കൊളോണിയലിസം നിലനിന്ന രാജ്യങ്ങളിൽ പലപ്പോഴും നാഷണൽ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത് ഒരു കൊളോണിയൽ മാസ്റ്ററിനോടുള്ള എതിർപ്പിൻ്റെ സൂചകമായിട്ട് കൂടെയാണ്. അപ്പോൾ കൊളോണിയലിസം നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പം ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പിൽ നിന്ന് ഉണ്ടായി വന്നൊരു ഐഡൻറ്റിറ്റി ആകാം. അത് പിന്നീട് നാഷണൽ ഐഡൻറ്റിറ്റി ആയിട്ട് പരിണമിച്ചതായിരിക്കാം. ഒന്ന്. രണ്ട്, ഈ കൊളോണിയൽ നാഷണലിസം ആൻറ്റി കൊളോണിയൽ നാഷണലിസ്റ്റ് സ്ട്രഗിൾസിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ട്രഗിൾസാണ്. അതായത് നമുക്ക് ഒറ്റ ഒബ്ജക്റ്റീവിന് വേണ്ടി മാത്രമല്ല, പല 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 ഒബ്ജക്റ്റീവ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. സോ ഫോർ ഇൻസ്റ്റൻസ്, നിങ്ങൾ ഗാന്ധിജിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് നാഷണൽ സ്ട്രഗിളിൽ പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ ഗാന്ധി ചിലപ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ആൻസർ ചെയ്യും, ഞാൻ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതേ ചോദ്യം നിങ്ങൾ നെഹ്റുവിനോട് ചോദിച്ചാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു മോഡേൺ ഇന്ത്യൻ നേഷന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും രണ്ടുപേരും ഒരേ നാഷണൽ സ്ട്രഗിളിൻ്റെ ആയിരിക്കുമ്പോൾ തന്നെ രണ്ട് രീതിയിലുള്ള വിഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയാൽ അവിടെ ബ്രാഹ്മണിക ഹിന്ദുത്വം കൊടികൊണ്ട് വാഴുന്ന ഒരു നേഷനായി മാറുമോ എന്നുള്ള വലിയ ഉത്കണ്ഠയുള്ള ഒരു അംബേദ്കറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവരെല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പല 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 വഴികളിൽ ട്രജക്ടറീസിൽ പങ്കെടുക്കുന്നവരായിട്ടും നമുക്ക് കാണാൻ പറ്റും. സോ ബിപാൻ ചന്ദ്ര വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒറ്റ രീതിക്ക് നമുക്ക് ഏകശിലാത്മകമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ട്രഗിൾ അല്ല. പല 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 റിവേഴ്സും റിവുലറ്റ്സും ചേർന്ന് ഒഴുകുന്ന ഒരു വലിയ, അല്ലെങ്കിൽ പല പല ട്രജക്ടറീസ് ഉള്ള ഒരു വലിയ റിവറായിട്ടേ നമുക്ക് ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിനെ കാണാൻ പറ്റുള്ളൂ. ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിൻ്റെ കാര്യം എനിക്കിവിടെ പറയേണ്ടി വരുന്നത്, ഇന്ത്യൻ നാഷണൽ സ്ട്രഗിള് നമ്മൾ പലപ്പോഴും ചെറിഷ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ചെറിഷ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ സ്ട്രഗിൾ നടന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഉണ്ടായ രണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, നമുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം ഈ ലോകത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോംപ്ലാസൻസി വന്നു, ഒരു റിലാക്സേഷൻ വന്നു. അതായത് പൊളിറ്റിക്കൽ ഫ്രീഡം ലഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഫ്രീഡത്തിനും ബാക്കിയുള്ള റൈറ്റുകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ഊർജം നഷ്ടമായൊരു ജനതയെ നമുക്ക് കാണാൻ പറ്റും. അംബേദ്കർ 1936 തന്നെ പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ഫ്രീഡം, സോഷ്യൽ ഫ്രീഡം ഇല്ലാതെ യാതൊരു വിധത്തിലെ പല്ലുമില്ലാത്ത, അല്ലെങ്കിൽ യാതൊരു വിധത്തിലെ സത്യസന്ധത ഇല്ലാത്തൊരു ഫ്രീഡമായി പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമാണ് നമുക്ക് ബ്രിട്ടീഷുകാർ പോകുന്നതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു സത്യമില്ലാത്ത, ഒരു അർത്ഥമില്ലാത്തൊരു ഫ്രീഡം ആയിരിക്കുമെന്ന്. പക്ഷേ സോഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയുള്ള, സിവിൽ റൈറ്റ്സിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഫെമിനിസ്റ്റ് റൈറ്റ്സ്, ഇപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആണ്, അതുകൊണ്ട് ആസ് എ ഫെമിനിസ്റ്റ് ഞാനിത് പറഞ്ഞേ മതിയാകുള്ളൂ. വിമൻസ് ലിബറേഷന് വേണ്ടിയുള്ള ഫൈറ്റ്,
ഈ ഒരു ഫൈറ്റ് ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിൽ ഒരുപാട് ഫെമിനിസ്റ്റുകൾ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിമൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ തനിക സർക്കാരൊക്കെ വളരെ കൃത്യമായിട്ട്, മൃദുല മുഖർജി വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്നുള്ള ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും സംഭവിക്കുന്നത് വേൾഡിൽ പലയിടങ്ങളിലും സംഭവിച്ചതുപോലെ തന്നെ പൊളിറ്റിക്കൽ റൈറ്റ്സിന് വേണ്ടിയുള്ള സ്ട്രഗിളിൽ സ്ത്രീകൾ പങ്കുചേരുകയും ഞങ്ങളും പൂർണ്ണ ഇൻഡിവിജ്വൽസാണ്, ഞങ്ങളും പൂർണ്ണ ഹ്യൂമൻ ബീയിങ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പങ്കുചേരുമ്പോഴും ഈ പൊളിറ്റിക്കൽ റൈറ്റിൻ്റെ ചില ഒബ്ജക്റ്റീവ്സ്, മേജർ എന്ന് വിളിക്കപ്പെടുന്ന ചില ഒബ്ജക്റ്റീവ്സ് മാത്രം സ്റ്റേറ്റോ അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റിൻ്റെ ബർത്തിലൂടെ വരുന്ന ആ ഒരു ഒരു സക്സസ് എന്ന് വിളിക്കുന്ന ആ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ പലപ്പോഴും വിമൻസ് ലിബറേഷൻ്റെ കാര്യം മറന്നുപോകും. അതേപോലെ തന്നെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ റൈറ്റ്സിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. ഇത് ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ദളിത് ബഹുജൻ സമൂഹം പലപ്പോഴും ഭീതിയോടെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, അംബേദ്കർ അല്ലായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന കമ്മിറ്റിയുടെ ഹെഡ് എങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്നുള്ളത് വളരെ പരിതാപകരമായിരിക്കും. കാരണം അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു ആർട്ടിക്കിൾ 14 ഉണ്ടാകുന്നതും റിസർവേഷൻ ഉണ്ടാകുന്നതും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ഡോക്യുമെൻറ്റ്സ് ഉള്ള ഒരു ആർക്കൈവ് ഉണ്ട്. നാഷണൽ ആർക്കൈവിൽ നമുക്കിപ്പോൾ പോയാലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റുകൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ എത്ര അധികം പണിപ്പെട്ടിട്ടാണ്, എത്ര അധികം ചർച്ചകൾ നടന്ന ആ ചർച്ചകളിൽ സ്റ്റാറ്റിസ്റ്റിക്കലിയും ഫിലോസഫിക്കലിയും ബാക്കിയുള്ള രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് വെച്ചും അംബേദ്കർ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റൈറ്റ്സ് ഒരു സെറ്റ് ഓഫ് മനുഷ്യർക്ക് കൊടുക്കണം എന്നുള്ളത്. സോ വെൻ വി ടോക്ക് അബൌട്ട് കാസ്റ്റ്, നമുക്കത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വലിയ സ്ട്രഗിളാണ്. ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് ക്രിട്ടീക്ക് വിച്ച് കൾമിനേറ്റഡ് പ്രോബബ്ലി ഇൻ ദി അംബേദ്കർ റൈറ്റ് മൂവ്മെൻറ്റ് വിച്ച് കണ്ടിന്യൂസ് ടു ടിൽ ഡേ. ഇങ്ങനെ നടക്കുന്ന ഒരു വലിയ കാസ്റ്റ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടേ നമുക്ക് കാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്കോഴ്സിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ കാസ്റ്റ് ഡിസ്കോഴ്സിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ റോൾ അതിൽ എന്താണ് എന്ന് നമ്മൾ മറന്നു പോകാറുണ്ട്. കാസ്റ്റ് എന്ന് പറയുന്നത് അത് ബഹുജൻ മനുഷ്യർ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ദളിത് മനുഷ്യരെ എൻഗേജ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ പറയില്ല സ്ത്രീ വിമോചനം എന്ന് പറയുന്നത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത്. എനിക്ക് ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ ഞാനിത് പറയും കേട്ടോ. എൻ്റെ സ്കോളർഷിപ്പും എൻ്റെ ട്രെയിനിങ്ങും എൻ്റെ റിസർച്ചും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് എന്നെ പഠിപ്പിച്ച ട്രെയിനിങ് ആണ്. അതുകൊണ്ട് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ് ക്വസ്റ്റ്യൻസ് ഐ വിൽ ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. ഇന്നും കേരളത്തിലും ഇന്ത്യയിലും വേൾഡ് ഒട്ടാകെ നിലനിൽക്കുന്ന ഒരു ചിന്തയാണ് വിമൻസ് ഡേ എന്ന് പറയുന്നത് വിമണിന് മാത്രമുള്ളതാണ്, വിമൻസ് ലിബറേഷൻ എന്നുള്ളത് വിമണിന് മാത്രമുള്ളതാണ്. പക്ഷേ ഈ പ്രോബ്ലംസ് സൃഷ്ടിച്ചത് ആരാണ്? ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി സ്ത്രീകളല്ലല്ലോ നിർമ്മിച്ചത്. ഒരു പുരുഷ മേൽക്കോയ്മയുള്ള ഒരു സമൂഹം സൃഷ്ടിച്ചതിൽ ആണുങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിലും ആണുങ്ങൾക്ക് പങ്കുണ്ട്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതുപോലെ തന്നെയാണ് കാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാവുന്നത്. ഇവിടെ കാസ്റ്റ് കാരണം ഒപ്രസ്ഡ് ആകുന്ന മനുഷ്യർ അവർ പലവിധ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഭൂരാഹിത്യമുണ്ടെങ്കിൽ, അവർക്ക് വിദ്യാരാഹിത്യം ഉണ്ടെങ്കിൽ, അവർക്ക് സോഷ്യൽ ക്യാപിറ്റലിൻ്റെ ലാക്ക് ഉണ്ടെങ്കിൽ, കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ലാക്ക് ഉണ്ടെങ്കിൽ അത് ആ മനുഷ്യരുടെ പ്രശ്നമല്ല, അതൊരു സാമൂഹിക പ്രശ്നമാണെന്നും അത് സൃഷ്ടിച്ചതിൽ ഒപ്രസ്ഡ് അല്ലാത്ത കാസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ മുന്നോക്കം എന്ന് വിളിക്കുന്ന കാസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ പങ്ക്. അപ്പം ഞാൻ സൃഷ്ടിച്ച പ്രോബ്ലത്തിൽ ഞാൻ എൻഗേജ് ചെയ്യണം. ഇവിടെ ഉണ്ടായിട്ടുള്ള കാസ്റ്റ് ബേസ്ഡ് പ്രോബ്ലംസ് സൃഷ്ടിച്ചത് ഇവിടുത്തെ അവർണ മനുഷ്യരല്ല. അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും പ്രിവിലേജും കിട്ടുന്നതും അവർണ മനുഷ്യർക്കല്ല, സവർണ മനുഷ്യർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഡിസ്കോസ് ചെയ്യേണ്ടതും, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് വന്നിട്ടുള്ളത് ദളിത് ബഹുജൻ ആൾക്കാരിൽ നിന്നാണെന്ന്. അതൊരു ഡിസ്പ്രപ്പോർഷണൽ ആയിട്ടുള്ള ബേർഡനാണ് നമ്മുടെ പുറത്ത്. ഇപ്പം എനിക്കൊക്കെ റിസർച്ച് ചെയ്യാൻ ഇഷ്ടംപോലെ വേറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അജയ് ശേഖർ സാറിനും റിസർച്ച് ചെയ്യാൻ ഇഷ്ടംപോലെ വേറെ കാര്യങ്ങളുണ്ട്.
പക്ഷെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി കാസ്റ്റിനെ കുറിച്ച് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിനോട് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് ഞങ്ങൾക്കൊരു ഡിസ്പ്രപ്പോർഷണൽ ബേർഡൻ ആണിത്. കാരണം എന്താണ്, സവർണ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ലത്. ഇത് എൻ്റെ പ്രശ്നമല്ല എന്ന് ആണുങ്ങൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഞാനല്ല ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയത്, നീ തന്നെ ഇതിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വെളിയിൽ വരൂ. അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഇല്ലായ്മയിൽ പറയില്ലേ, അത് എന്താണ്, സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ അവർക്ക് രാഷ്ട്രീയത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്ത് വരട്ടെ, അപ്പം നമ്മൾ പാർട്ടി ടിക്കറ്റ് കൊടുക്കാമെന്ന് പറയുന്നില്ലേ. ഇതൊരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയും പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻജസ്റ്റിസ്, വ്യവസ്ഥാപിതമായിട്ടുള്ള അനീതി മനസ്സിലാക്കാതിരിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ മടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ തിരിഞ്ഞു നിന്ന് സ്ത്രീയായിട്ടുള്ള ദളിതരായിട്ടുള്ള അവർണരായിട്ടുള്ള മനുഷ്യർ കൈ പോയിൻ്റ് ചെയ്ത് പറയേണ്ടുള്ളത് നിങ്ങൾ സൃഷ്ടിച്ച പ്രശ്നമാണ്. നിങ്ങൾ സൃഷ്ടിച്ച പ്രശ്നത്തിൽ നിങ്ങൾ എൻഗേജ് ചെയ്തേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പലപ്പോഴും അതിലൂടെ ഡിസ്പെൻസ് ചെയ്യപ്പെടുന്ന, അതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന സവർണ മൂല്യങ്ങളാണ് പലപ്പോഴും നമ്മളെ മിണ്ടാതാക്കുന്നത്. ദാറ്റ് ഈസ് വൈ സൈലൻസ് ഇസ് റിഗാർഡഡ് ആസ് എ വെർച്യു. നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ നല്ല സ്ത്രീയാകും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ, പ്രശ്നങ്ങളിൽ ഏർപ്പെടാതിരുന്നാൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനായിട്ട് കണക്കാക്കപ്പെടും. നിരന്തരമായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ വിസിൽ ബ്ലോവേഴ്സിന് എപ്പോഴും മുദ്ര കുത്തപ്പെടുന്ന, ഒന്നിൽ ആൻറ്റി നാഷണലായിട്ട് മുദ്ര കുത്തപ്പെടും, അല്ലെങ്കിൽ അവരെ പ്രശ്നക്കാരായിട്ട് മുദ്ര കുത്തപ്പെടും. പക്ഷേ ഇങ്ങനെ പ്രശ്നക്കാരെയാണ് പിന്നീട് ലോകം റെവല്യൂഷണറീസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പ്രശ്നക്കാരെയാണ് പിന്നീട് ലോകം സോഷ്യൽ റിഫോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പ്രശ്നക്കാരെ, അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ ആരാണെന്നറിയാമോ? ഞാൻ വിചാരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ജീസസ് ക്രൈസ്റ്റ് ആണെന്നാണ്. കാരണം അന്ന് വരെയുള്ള വ്യവസ്ഥകളെല്ലാം പൊളിച്ചു കളഞ്ഞ മനുഷ്യനാണ്. അന്ന് വരെ ജുഡായിക് സിസ്റ്റത്തിൽ കണ്ടിരുന്ന എല്ലാ അനീതികൾക്കെതിരെയും കൈചൂണ്ടിയ മനുഷ്യനാണ്. സോ അങ്ങനെയുള്ള റെവല്യൂഷണറീസ് നമുക്കാകാൻ പറ്റുമെന്ന് ചോദിച്ചോ, ഇല്ല, ഞാൻ എൻ്റെ കുടുംബമായിട്ട് കൂടിക്കോളാം എന്ന് പറയുന്ന ഒരു ശരാശരി മലയാളിയുടെ തിങ്കിങ്ങിൽ നിന്ന് ഞാൻ അതിനപ്പുറത്ത് പോകാം. എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്കെല്ലാം ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോൺ സ്ട്രെച്ച് ചെയ്യാനും പറ്റും. ഏത് ലിമിറ്റ് വരെ നമുക്ക് സ്ട്രെച്ച് ചെയ്യണം എന്നുള്ളത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡിസിഷനുമാണ്. പക്ഷേ ഇല്ല, എൻ്റെ സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ എനിക്കുള്ള സോ കോൾഡ് സ്റ്റേറ്റസ് നിലനിർത്തിക്കൊണ്ട് ഞാൻ ജാതിക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടും ചെറുതായിട്ടൊക്കെ ഞാൻ ഈക്വാലിറ്റിയിൽ വിശ്വസിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമുക്ക് പ്രിറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വളരെ ഈസിയാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് അംബേദ്കർ ജാതി ഉന്മൂലനത്തിന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഒറ്റ കാര്യമാണ് ജാതി ഉന്മൂലനത്തിലേക്ക് നയിക്കും എന്ന് അംബേദ്കർ അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞ ആ ഫുൾ ബുക്കിൽ പറയുന്നത്. അദ്ദേഹം പല പല മാർഗങ്ങൾ പറയുന്നുണ്ട്. മിശ്രമോചനം കാസ്റ്റിനെ ഇല്ലാതാക്കുമോ എന്നുള്ള ചോദ്യം പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഏത് ലെവൽ വരെ കാസ്റ്റിനെ ഇല്ലാതാക്കും എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റങ്ങളിൽ മാറ്റം വരുത്തുന്നത് വഴി കാസ്റ്റിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പ്രീസ്റ്റ്ഹുഡിൽ ചേഞ്ച് വരുത്തുന്നത് വഴി കാസ്റ്റിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇങ്ങനെ പല 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 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം അംബേദ്കർ തന്നെ ഉത്തരം പറയുന്നുണ്ട്, ഒറ്റൊരു രീതിക്ക് കാസ്റ്റിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ, അത് എൻഡോഗാമി ഇല്ലാതാക്കിക്കൊണ്ടാണ് എന്ന്. നമ്മൾ നമ്മുടെ തന്നെ കാസ്റ്റിൽ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും കാസ്റ്റ് മാറാൻ പോകുന്നില്ല. കാസ്റ്റ് അങ്ങനെ തന്നെ നിലനിൽക്കും. 96% ആണ് ഇന്ത്യയിൽ അറേഞ്ച്ഡ് മാരേജസ്. ദിസ് ഇസ് എൻ അമേസിങ് റേറ്റ്. 96%. ഒന്ന് ആലോചിച്ചേക്ക്, വെറും 4%. പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ സ്റ്റഡിയാണ്, എൻ്റെ സ്റ്റഡിയല്ല. വെറും 4% മനുഷ്യരാണ് ഇന്ത്യയുടെ ഫുൾ പോപ്പുലേഷനിൽ അറേഞ്ച്ഡ് അല്ലാതെ. ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് തന്നെ കാസ്റ്റ് മാരേജാണ്, അല്ലെങ്കിൽ ഇൻ്റർ റിലീജിയസ് അല്ലാത്ത, ഇൻ്റർ കാസ്റ്റ് അല്ലാത്ത മാരേജസ്. ഇനി ഈ 4%-നകത്തും സ്വന്തം കാസ്റ്റിൽ കല്യാണം കഴിച്ചൊരു കാണും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ യൂഷ്വലി നമ്മൾ അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ വിഭാഗത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നത്, പിന്നെ എങ്ങനെ ജാതി മാറാനാണ്? നമ്മൾ ജാതിക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പ്രവൃത്തിയിൽ നമ്മൾ വീണ്ടും പോയി മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റിൽ ഇന്ന ജാതിയിലുള്ള, ഇന്ന സബ് കാസ്റ്റിലുള്ള പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ ആവശ്യമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ അവിടെ നമ്മൾ ഹിപ്പോക്രറ്റ്സായി മാറിക്കഴിഞ്ഞു.
then the whole idea of caste annihilation is gone. ജാതിരാഹിത്യം എന്നുള്ളൊരു ഐഡിയയോട് നിങ്ങൾ ചേർന്ന് നിൽക്കുകയും ഒരേ ഗ്രൂപ്പിൽ തന്നെ എൻഡോഗാമി വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജാതിരാഹിത്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ജാതിയെ നിലനിർത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളോടും എന്നോടും ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം ഒരു ബേസിസ് നമുക്ക് പുറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനിൽ, പർട്ടിക്കുലർലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ നിർമ്മാണത്തിൽ, അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങിലുള്ള ഇഷ്യൂസായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആദ്യമായിട്ടൊരു പഠന കളരികൾ ഉണ്ടാകുന്നത് തന്നെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനു മുമ്പേ ഉണ്ടായിരുന്നായിരിക്കാം. ഇപ്പം ഹാരപ്പയിലൊക്കെ അതുണ്ടായിരുന്നോ എന്നുള്ളത് അറിയില്ല. മേ ബി സം കൈൻഡ് ഓഫ് സ്കൂളിംഗ് സിസ്റ്റം ഹാരപ്പയിൽ നിലനിന്നിരുന്നു, സിന്ധു നദീതട സംസ്കാരത്തെ നിലനിന്നു എന്നുള്ള സൂചനകൾ നമുക്കുണ്ട്. പക്ഷെ അത് മിക്കതും ക്രാഫ്റ്റ് ബേസ്ഡ് സ്കൂളുകളായിരുന്നു എന്നാണ് ഷെറീൻ രത്നാകൾ പോലുള്ള ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്. പിന്നീട് നമുക്ക് കാണുന്നത് വേദിക് കാലഘട്ടത്തിലുള്ള സ്കൂളുകളാണ്, വേദിക് കാലഘട്ടത്തിലുള്ള പഠനങ്ങളാണ്. അതിൽ ഇപ്പം മുണ്ടകോ ഉപനിഷത്തിലൊക്കെ പറയുന്നത് പോലെ അത് റോമില താപ്പർ വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ അവർ നടത്തിയിട്ടുണ്ട്. വിച്ച് ഇസ് ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുകയും മഴയത്ത് കരയുന്ന തവളകളെ പോലെ ശിഷ്യഗണങ്ങൾ തിരിച്ച് മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നു. അതായത് ഈ റോട്ട് ലേണിംഗ്, ബൈ ഹാർട്ട് ഇട്ടിങ് എന്ന് നമ്മൾ വിളിക്കുന്ന റോട്ട് ലേണിംഗ് ആണ് ആദ്യം തൊട്ടേ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ചോദ്യം ചോദിക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചോദ്യം ചോദിച്ച ഒരു മനുഷ്യനാണ് അഷ്ടാവക്രൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. മറ്റൊരു ചോദ്യം ചോദിച്ച സ്ത്രീയാണ് ഗാർഗി എന്ന് പറഞ്ഞ സ്ത്രീ. അപ്പോൾ ഇങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിലെ റൈറ്റിങ്ങിൽ ഈ എക്സെപ്ഷൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുരാതന ഇന്ത്യയിൽ പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നെന്നും ഈ വേദ ഉപനിഷത്തുകളിൽ മുഴുവൻ മെറ്റാഫിസിക്കലായിട്ടുള്ള ലേണിങ്ങിനെ കുറിച്ചുള്ള കാര്യമാണെന്നും വളരെ രസകരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മുടെ കൊളോണിയൽ സമയത്തുള്ള റിഫോമേഴ്സിനും, നമ്മുടെ ഇന്ത്യൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാ റാം മോഹൻ റോയ് പോലുള്ള റിഫോമേഴ്സിനും, ദയാനന്ദ് സരസ്വതി പോലുള്ള റിഫോമേഴ്സിനും പറ്റി. നമ്മൾ ആക്ച്വലി വേദങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റാം, വേദങ്ങളിൽ പർട്ടിക്കുലർലി നമ്മൾ ഋഗ്വേദ കാലഘട്ടത്തിൽ ലേണിംഗ് സിസ്റ്റത്തിനെ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പരിമിതമായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമാണ് ലേണിംഗ് കൊടുത്തിരുന്നത്. നേരത്തെ ഇവിടെ അജയ് ശേഖർ സാർ സംസാരിച്ചപ്പോൾ ഉമാചക്രവർത്തി എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ്റെ കാര്യം പറഞ്ഞു. ഉമാചക്രവർത്തിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇത്. ഞാൻ പോകുന്ന മിക്ക സ്ഥലത്തും പറയാറുള്ളതാണ്, എന്നാൽ ഇവിടെ ഒന്നും കൂടെ ആവർത്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: വാട്ട് ഹാപ്പൻ ടു ദ വേദിക് ദാസി. വേദിക് ദാസിക്ക് എന്ത് സംഭവിച്ചു? ഇവർ ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത് ഇതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം കൊളോണിയൽ കാലഘട്ടത്തിൽ ഏറ്റവും അധികമായിട്ട് മിഷണറി പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കൊളോണിയൽ സോഷ്യൽ റിഫോമിൻ്റെ വക്താക്കളും പറഞ്ഞൊരു ഐഡിയ ആണ്, ഇന്ത്യയിൽ സ്ത്രീകൾ വളരെയധികം ഒപ്രസ്ഡായി ഇരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിലും ചേഞ്ചസ് ഇന്ത്യൻ, പർട്ടിക്കുലർ ഇത് നോർത്ത് ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരികയുള്ളൂ എന്നുള്ള രീതിയിലുള്ളൊരു ഡിസ്കോഴ്സ് ഉണ്ടായി വരികയാണ്. ഇതിലൊരു ലാർജ് ട്രുത്ത് ഉണ്ട്. അത് ആ ഒരു സമയത്തെ സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പരിതാപകരമായിരുന്നു. അതിന് ഏറ്റവും ഈസിലി സൈറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളാണ് സതി എന്ന് പറയുന്നത്. പക്ഷെ സതി എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയൊരു ശതമാനം സ്ത്രീകളെ അനുഭവിച്ചിട്ടുള്ളൂ. ഇതിനേക്കാളും വലിയ യാതനകളാണ് ദളിത് ബഹുജൻ സ്ത്രീകൾ ആ ഒരു സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ഇപ്പം തനിഖ സർക്കാരിൻ്റെ ജെൻഡർ ആൻഡ് സോഷ്യൽ റിഫോം എന്നുള്ള വർക്കിൽ അവർ പറയുന്നുണ്ട്, പലപ്പോഴും വെസ്റ്റേൺ അധിനിവേശ ഡിസ്കോഴ്സസ് മുമ്പോട്ട് വെക്കുന്നത് ഈ വിമൻസ് ലിബറേഷൻ എന്നുള്ളൊരു ഐഡിയ ഒരു ടൂള് പോലെ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് വെക്കും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പറയും, അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ട് നമുക്ക് അവരെ ലിബറേറ്റ് ചെയ്യാൻ നമ്മുടെ ആർമീസിനെ അങ്ങോട്ട് വിടാം. അമേരിക്കയിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാലും അമേരിക്കൻ സ്ത്രീകൾ, പർട്ടിക്കുലർലി ബ്ലാക്ക് അമേരിക്കൻ സ്ത്രീകൾ വലിയ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ വിക്ടിംസാണ്.
പക്ഷെ അവരത് നോക്കുകയില്ല. അവർ പറയും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഒപ്രസ്ഡ് ആണ്, അതുകൊണ്ട് അവരെ ലിബറേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ആർമീസിനെ വിടാം എന്നുള്ളത്. ഇതൊരു റിക്കറിങ് ആയിട്ടുള്ള, ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു റിക്കറിങ് ആയിട്ടുള്ള ഒരു ലോജിക്കായിട്ട് പലപ്പോഴും വെസ്റ്റേൺ സൊസൈറ്റി ഈസ്റ്റേൺ സൊസൈറ്റിക്ക് എതിരെ യൂസ് ചെയ്യുന്ന ഒരു വെപ്പണായിട്ട് ഈ ഒരു ഡിസ്കോഴ്സ് മാറാറുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ട് ആ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ലോ മേക്ക് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ല ഇവർ ലോ മേക്ക് ചെയ്യുന്നത്. ഇവരുടെ പല അജണ്ടകൾ മുമ്പോട്ട് വെക്കാനും ഇവരുടെ കൊളോണിയൽ പ്രസൻസ് പല ഈസ്റ്റേൺ ആയിട്ടുള്ള കൺട്രീസിലും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ പോലുള്ള കൺട്രീസിലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ, അതിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരിത് പറയുന്നത്. കാരണം സതി മാറ്റിയത് കൊണ്ടോ ചൈൽഡ് മാരേജ് മാറ്റിയത് കൊണ്ടോ സ്ത്രീകളുടെ, ഇന്ത്യയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ എന്ന് ചോദിച്ചാൽ ചേഞ്ച് വന്നില്ല. സതിക്കെതിരെ ലോ കൊണ്ടുവന്നത് കൊണ്ട് സതി നിർത്തലായോ എന്ന് ചോദിച്ചാൽ അത് നിർത്തലായിട്ടില്ല. ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഇത് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. സോ കൊളോണിയൽ മ്യൂണിഫിസൻസ്, അതായത് കൊളോണിയൽ മാസ്റ്റേഴ്സിൻ്റെ ദയാവായ്പ് കാണിക്കാൻ വേണ്ടി പലപ്പോഴും കാസ്റ്റിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, കോട്ട് ആൻഡ് കോട്ടാണ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ ലോസ് മേക്ക് ചെയ്യുന്നു, ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഇതിനേക്കാളും വേഴ്സ് ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ദളിത് ബഹുജൻ ആൾക്കാരുടെയും സ്ത്രീകളുടെയും സിറ്റുവേഷൻ ഇതിനേക്കാളും എത്രയോ ബാഡ് ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി. കാരണം ഇവർക്ക് ഇവരുടെ മീഡിയയെ ഫേസ് ചെയ്യണം. ആ ഒരു സമയത്ത് പത്രങ്ങൾ ഇറങ്ങിയ ഒരു ഇംഗ്ലണ്ടാണ്, ആ ഒരു സമയത്ത് പാർലമെൻറ്റ് നിലനിൽക്കുന്ന ഒരു ഇംഗ്ലണ്ടാണ്. അപ്പോൾ അവർക്കെതിരെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് കാണിക്കാൻ വേണ്ടി, കൊളോണിയൽ മ്യൂണിഫിസൻസ് കാണിക്കാൻ വേണ്ടി പലപ്പോഴും യൂസ് ചെയ്തിരുന്ന ഒരു ഉപാധിയാണ് വിമൻസ് റിഫോം മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, കാസ്റ്റ് റിഫോം മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളൊരു ഉപാധിയായിരുന്നു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദ മ്യൂണിഫിസൻസ് ഓഫ് ദി മാസ്റ്റർ, ഇവിടെ കൊളോണിയൽ മെഡിസിൻ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു ഉപാധിയായിരുന്നു. കാരണം മറ്റൊരു ജനതയെ അടിച്ചമർത്തി വാഴുമ്പോൾ എന്തെങ്കിലും സെൽഫ് ജസ്റ്റിഫിക്കേഷൻ വേണ്ടേ? നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണ്ടേ? ഞാൻ ഇന്നതൊക്കെ കൊടുക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ ബ്രാഹ്മണിക്കൽ ഓവർലോഡ്സ് പലപ്പോഴും പറഞ്ഞിരുന്നത് പോലെ അവരൊക്കെ രക്ഷപ്പെട്ടത് ഞാൻ കൊടുത്ത സ്ഥലം കാരണമാണെന്ന്, അല്ലെങ്കിൽ അവരൊക്കെ രക്ഷപ്പെട്ടത് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ഞാൻ പൈസ കൊടുത്തുകൊണ്ടാണെന്ന് പലപ്പോഴും ഈ ബ്രാഹ്മണിക്കൽ ഓവർലോഡ്സ് പറയുന്ന ഒരു ഡയലോഗാണിത്. ഇത് സെൽഫ് ജസ്റ്റിഫിക്കേഷനാണ്. ഞാൻ ഒരാളെ ഒപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞാൻ അയാളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അവർക്കും കിട്ടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാണിപ്പിൻ്റെ അവശേഷിപ്പുകളായിട്ടാണ് പലപ്പോഴും ഇതിനെ ഹിസ്റ്റോറിയൻസ് വായിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസും ഈസ്റ്റേൺ ഹിസ്റ്റോറിയൻസും ഇതിനെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പം കൊളോണിയൽ മൊഡേണിറ്റി എന്ന് പറയുന്നത്, അതായത് കോളനിവൽക്കരണം കൊണ്ടുവന്നൊരു മൊഡേണിറ്റി, നേഷൻ സങ്കല്പം അതിൻ്റെ ഭാഗമാണ്, കൊളോണിയൽ എഡ്യൂക്കേഷൻ അതിൻ്റെ ഭാഗമാണ്, കാസ്റ്റ് റിഫോംസ് അതിൻ്റെ ഭാഗമാണ്, വിമൻ കണ്ടീഷൻ്റെ റിഫോം ഇതൊരു ഭാഗമായിട്ടാണ് പലപ്പോഴും വരുന്നത്. പക്ഷേ ഇത് കൊളോണിയൽ മ്യൂണിഫിസൻസിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ, ദിസ് ഇസ് വെയർ ഇറ്റ് ഗെറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. ഇത് കൊളോണിയൽ മ്യൂണിഫിസൻസിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു ഐഡിയ പോലും ഇല്ലാത്തൊരു സമൂഹത്തിന്, അതായത് സ്ത്രീകളും മനുഷ്യരാണ്, ദളിതരും മനുഷ്യരാണ്, ബഹുജനങ്ങളും മനുഷ്യരാണ് എന്നുള്ളൊരു ഐഡിയ പോലും ഇല്ലാത്തൊരു സമൂഹത്തിൽ പലപ്പോഴും ഈ കൊളോണിയൽ മ്യൂണിഫിസൻസ് ബെനിഫിറ്റ് ചെയ്തൊരു ജനതയുണ്ട്. ഓൺ ദ വൺ ഹാൻഡ് ഇതിനൊരിക്കലും നമ്മൾ കൊളോണിയൽ വൈറ്റ് വാഷിങ്ങിന് ഭാഗമാകരുത്. കാരണം ഇതേ ലോജിക്ക് വെച്ചിട്ട് പലവരും കൊളോണിയലിസം വളരെ നല്ലതായിരുന്നു, അതുകൊണ്ടല്ലേ ചില മനുഷ്യർക്കെങ്കിലും വോയിസ് കിട്ടിയതെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കൊളോണിയൽ മ്യൂണിഫിസൻസിൻ്റെ ഭാഗമായിട്ടല്ല, അവരുദ്ദേശിക്കാതെ വന്നൊരു ബൈ പ്രോഡക്റ്റാണ്. അപ്പം നമ്മൾ കൊളോണിയൽ എഡ്യൂക്കേഷനെ നോക്കുമ്പോൾ ഈ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിൽ നിന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. ഈ കൊളോണിയൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മിഷനറി എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഹ്യൂജ് എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള 1860 മുതലുള്ള ലേഖനങ്ങളുണ്ട്. ഈ ലേഖനങ്ങളിൽ സ്കോളേഴ്സ് തമ്മിൽ വലിയ വാറും വലിയ ഡിബേറ്റ് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ മിഷനറി എഡ്യൂക്കേഷനെ കാണേണ്ടത്? സോ ഫോർ എ വെരി ലോങ് ടൈം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വൈദിക ലേണിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ വൈദിക ലേണിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ്
മനുഷ്യർക്കാണ് വിദ്യാഭ്യാസം കിട്ടേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് മാസ് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഐഡിയ കൊണ്ട് മിഷണറി ആൾക്കാർ വരുന്നത്. ഇമാജിൻ ദ ഡിഫിക്കൽട്ടി. വിദ്യ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് മനുഷ്യർക്ക്, രജന്യകുലങ്ങളിലുള്ള മനുഷ്യർക്ക് മാത്രം കിട്ടേണ്ട ഒരു കാര്യമാണ് എന്ന് വർഷങ്ങളായിട്ടല്ല, സെഞ്ച്വറീസ് ആയിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ ഇടയിലോട്ടാണ് മിഷണറി പ്രവർത്തകർ ഇല്ല ഒരു എനിവൺ ഹൂ കംസ് ടു സ്കൂൾ ക്യാൻ ബി ടോട്ട്, പള്ളിക്കൂടത്തിൽ വരുന്ന ആർക്ക് വേണമെങ്കിലും പഠിക്കാമെന്നുള്ളൊരു ആശയം കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഡച്ച് ഡോക്യുമെൻസിന് ഒരു പ്രൊജക്റ്റിൽ ഞാൻ ഇൻവോൾവ് ആണ്. അപ്പോൾ അതിനകത്ത് സീഗൺ ബാൾഗ് എന്ന് പറഞ്ഞൊരു ഡച്ച് പാതിരിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സീഗൺ ബാൾഗിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് ഇതാണ്. ചാലഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാവുന്ന അല്ലെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കേണ്ട കാര്യമാണ് വിദ്യാഭ്യാസം എന്നുള്ളൊരാശയം പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലോകം. അത് 2 ലെവലിലും നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യർ, ഈ പുതിയതായിട്ട് ഞങ്ങളെ എന്ത് പഠിപ്പിക്കാനാണ് ഈ പാതിരിമാർ വരുന്നതെന്ന് വിചാരിച്ച് നിൽക്കുന്ന മറ്റൊരു സെറ്റ് ഓഫ് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ബ്ലാക്ക് അമേരിക്കൻ റൈറ്റിങ്ങിൽ, പെർട്ടിക്കുലർലി ബ്ലാക്ക് അമേരിക്കൻ, ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്റ്റോറിയൻസിൻ്റെ റൈറ്റിങ്ങിൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവരിലേക്ക് വരുമ്പോൾ അവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതിന് വളരെ സിമിലർ ആയിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് സൗത്ത് ഇന്ത്യയെക്കുറിച്ചും നോർത്ത് ഇന്ത്യയെക്കുറിച്ചും കാണാൻ പറ്റും. സോ ഈ മിഷണറി എഡ്യൂക്കേഷൻ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് പല വിധത്തിലാണ്. സോ വൺ റെസ്പോൺസ് വാസ് ദാറ്റ് മിഷണറി എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊളോണിയൽ ഐഡിയൽസ് മുമ്പോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ഉതകുന്ന ഒരു കാര്യമാണ് എന്ന് ഈ ഒരു സമയത്ത് മാത്രമല്ല, ഇപ്പം ഹിസ്റ്റോറിയൻസ് പറയുന്ന കാര്യം മാത്രമല്ല, അന്നേ ഉള്ള റെറ്ററിക്കാണ്. 2, പർട്ടിക്കുലർലി ക്രിസ്ത്യൻ മിഷനറി ആയിട്ടുള്ള കാത്തലിക് മിഷൻസ് കൊണ്ടുവരുന്ന ഐഡിയാസ് സ്ലേവറിക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള പൊട്ടൻഷ്യൽ ഇതിനുണ്ട് എന്നറിഞ്ഞുകൊണ്ട് കറുത്ത വർഗ്ഗക്കാരെ പഠിപ്പിക്കരുത്. ഇപ്പോൾ ലൂസിയാന സ്റ്റേറ്റ് ലോ ഉണ്ടായിരുന്നു 1770 എൻ്റെ ഓർമ്മ. ലൂസിയാന സ്റ്റേറ്റ് ലോയിൽ എഴുതി വെക്കുകയാണ്, ബ്ലാക്ക് അമേരിക്കൻസിനാണ്, ബ്ലാക്ക് അമേരിക്കൻസ് നല്ല വിളിക്കുന്നത്, ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണ്, ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ഇടയിൽ മിഷണറി പ്രവർത്തനം നിർത്തണം. കാരണം നമ്മൾ അവരുടെ ഇടയിൽ മിഷണറി പ്രവർത്തനം അനുവദിക്കുകയാണെങ്കിൽ അവരും ഈക്വലാണ് എന്നും നമ്മൾ ഒരേ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് ബ്രദേഴ്സായി മാറുമെന്നും ഉള്ള ഉത്കണ്ഠ അവിടെയുള്ള കോട്ടൺ ഫീൽഡ് ഓണേഴ്സിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ മിഷണറി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് അപേക്ഷിക്കുകയും ആ അപേക്ഷ സ്റ്റേറ്റ് ഉൾക്കൊള്ളുകയും ലൂസിയാന സ്റ്റേറ്റിൽ ലോ പാസ്സാക്കുകയും ചെയ്യുകയാണ് മിഷണറി പ്രവർത്തനം തടയണം എന്നുള്ളത്. നൗ ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ നമുക്കിങ്ങനെ ഒരു സിമിലർ ഇൻസ്റ്റൻസ് ഞാനിതുവരെ കണ്ടിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം മിഷണറി പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ നമ്മളെ കോളനൈസ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിട്ടുള്ളത് ഉള്ളൊരു ഐഡിയ വളരെ പ്രബലമായിട്ട് നിലനിൽക്കുകയും അതേ സമയത്ത് തന്നെ നമ്മളെ കോളനൈസ് ചെയ്യാനല്ല, നമ്മളെ ക്രിസ്ത്യനൈസ് ചെയ്യാനാണ് എന്നുള്ളൊരു ഐഡിയയും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പാംഫ്ലെറ്റുകളുടെ ഒരു ബാഹുല്യം നമുക്ക് ആ ഒരു സമയത്ത് കാണാനും പറ്റും. എന്നാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഇന്ന് നോക്കുകയാണ്, ദി നമ്പർ ഓഫ് Christian schools that you have, the number of students that have been taught in these schools, how many of them have been Christianized? വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് നമുക്ക് കിട്ടും. The number of people who have been educated by Christian missionaries and the number of people who have actually converted. ശരിക്കും കൺവേർട്ടഡ് ആയിട്ടുള്ള മനുഷ്യരും അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ മിഷൻ്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ കിട്ടി അവരുടെ ലൈഫ് ബെറ്റർ ആയിട്ടുള്ള മനുഷ്യരും തമ്മിലുള്ള ഇങ്ങനെ ഇത് നമ്മൾ കോറിലേറ്റ് ചെയ്ത് നോക്കിയാൽ വളരെ ഡിപ്പ് ചെയ്യുന്നൊരു കർവ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഇതിനെതിരെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്നൊരു ഹിന്ദു സമൂഹം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം അന്ന് ഹിന്ദുത്വം ഉടലെടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഉത്കണ്ഠയുണ്ടായിരുന്ന ഒരു കോട്ട് ആൻഡ് കോട്ട് നേറ്റീവ് സമൂഹത്തിനെ നമുക്ക് കാണാൻ പറ്റും.
കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഉദ്ദേശം എന്താണ്? കൺവേർഷനെതിരെയുള്ളൊരു ഡിസ്കോഴ്സ് ഉണ്ടാക്കണം. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ പ്രോബ്ലമാണ് കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഭീകര പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഇന്ത്യയിലാണ്. റൈറ്റ് ടു റിലീജിയൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കൺട്രിയിലാണ് ആൻറ്റി കൺവേർഷൻ ലോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് ആലോചിക്കണം. ഇതിൻ്റെ എന്തൊരു ഐറണിയാണെന്ന് ആലോചിക്കുക. ഇതേ റെറ്ററിക്, ഇതേ കൈൻഡ് ഓഫ് ഡിസ്കോഴ്സ് നമുക്ക് മിഷണറി എഡ്യൂക്കേഷനെതിരെ നടക്കുന്നതായിട്ട് കാണാം. കാരണം കൺവേർഷൻ നടന്നാൽ എന്താണ് സംഭവിക്കുക? ഇപ്പം സൂസൻ ബെയ്ലിയുടെ വളരെ രസകരമായിട്ടുള്ള വർക്ക് കൺവേർഷനെ കുറിച്ചുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഒരു പലപ്പോഴും നേറ്റീവ് രാജാക്കന്മാർ, ഇപ്പം തിരുവിതാംകൂർ ആണെങ്കിലും ശരി, ഗുജറാത്തിലെ രാജാക്കന്മാരാണെങ്കിലും ശരി, രാജ്പുത്താനയിലെ രാജാക്കന്മാരാണെങ്കിലും ശരി, ഇവരൊക്കെ അവരുടെ സ്കൂളുകൾ തുറക്കുന്നത് ഈ പേടി കാരണമാണ്. കാരണം ക്രിസ്ത്യൻ മിഷണറീസ് സ്കൂൾ തുറക്കുന്നു, അവിടെ കുട്ടികൾ ചേരുന്നു, അവർ കൺവേർട്ടഡ്. അപ്പം നമ്മൾ സ്കൂൾ തുറന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മുഴുവൻ അങ്ങോട്ട് പോകും. പക്ഷേ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അബ്സേർഡ് ഐഡിയ ആണ്. കാരണം എന്തിൽ നിന്നാണ് കൺവേർട്ട് ചെയ്യുന്നത്? ആ ഒരു സമയത്ത് ഹിന്ദുമതം ഇല്ലല്ലോ. നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ് നമ്മളെല്ലാവരും ഹിന്ദുക്കളായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ യോത്തിദാസ് എന്ന് പറഞ്ഞൊരു സൗത്ത് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഗുരുവിനെയൊക്കെ പോലെ, അല്ലെങ്കിൽ പൊയ്കലപ്പച്ചനെ പോലെ, അയ്യങ്കാളിയെ പോലെ ഉള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി കാസ്റ്റ് വാരിയറാണ് യോത്തിദാസ്. പറയാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന യോത്തിദാസ് കേസിന് പോയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ആദി ദ്രാവിഡരായിട്ട് അംഗീകരിക്കണം. കാരണം ഞങ്ങളുടെ മതം എന്ന് പറയുന്നത് ആദി ദ്രാവിഡ മതമാണ്. ഞങ്ങൾ ദളിത് മനുഷ്യരായിട്ട്, പറയാ മനുഷ്യരായിട്ട്, പുലയാ മനുഷ്യരായിട്ട് ജീവിക്കുന്ന ഞങ്ങൾ ഒരിക്കലും ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ടില്ല. ബ്രിട്ടീഷുകാർ വന്ന് ഞങ്ങളെ ഹിന്ദു ആക്കിയിട്ട് 100 വർഷം പോലും ആയിട്ടില്ല. നിങ്ങളൊരു കോളത്തിൽ എഴുതുന്നതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുവായി മാറുകയില്ല എന്ന് യോത്തിദാസ് വാദിക്കുകയും അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിൽ കേസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ ബുദ്ധിസത്തിലേക്ക് യോത്തിദാസിൻ്റെ ലീഡർഷിപ്പിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ യോത്തിദാസ് ഇതിനെ കൺവേർഷൻ എന്ന് വിളിക്കുന്നില്ല. യോത്തിദാസ് ഇതിനെ വിളിക്കുന്നത് മടങ്ങിപ്പോക്കെന്നാണ്. കാരണം യോത്തിദാസ് പറയുന്നത് ഞങ്ങളുടെ മതം ബുദ്ധിസമായിരുന്നു, ഞങ്ങളുടെ മതം ആദി ദ്രാവിഡ മതമായിരുന്നു. അപ്പോൾ ഒന്നിൽ നിന്നും ഞങ്ങളുടെ ഒറിജിനൽ ഏതായിരുന്നോ സിറ്റുവേഷൻ അതിലേക്ക് മടങ്ങിപ്പോവുകയാണ്. കാരണം ഈ യോത്തിദാസ് പറയുന്ന സിദ്ധാന്തത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ അവിടെ കിടപ്പുണ്ട്. കാരണം എന്താ? കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ, ഇപ്പം കൺവേർഷൻ്റെ ലോജിക്കിൽ 2 രീതിയിലുള്ള പോപ്പുലർ ഡിസ്കോഴ്സിലാണ്, അക്കാഡമിക് ഡിസ്കോഴ്സിലല്ല, 2 രീതിയിലുള്ള ഐഡിയാസ് ഉണ്ട്. ഒന്ന്, എക്കണോമിക്കലി ബാക്ക്വേർഡായിട്ട്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, അല്ലെങ്കിൽ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവർ കൺവേർട്ട് ചെയ്താൽ അത് ദൈവവിളി കാരണമല്ല കൺവേർട്ട് ചെയ്തത്, അവർ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് കൺവേർട്ട് ചെയ്തത്. എക്കണോമിക്കലി നല്ലതായിട്ട് നിൽക്കുന്നവർ കൺവേർട്ട് ചെയ്തത് ദൈവവിളി കാരണമാണ്, വിച്ച് ഇസ് വെരി സ്ട്രേഞ്ച്. അതായത് പൈസ ഇല്ലാത്ത ഒരാൾക്ക് ദൈവവിളി വന്നൂടെ? അല്ലെങ്കിൽ ജാതിയിൽ സോ കോൾഡ് ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ദൈവവിളി വന്നൂടെ? പക്ഷെ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ അക്കാഡമിക് സ്കോളർഷിപ്പും പോപ്പുലർ ആയിട്ടുള്ള തിങ്കിങ്ങിലും എല്ലാത്തിലും പറയുന്ന ഒരു കാര്യമാണ്, ദൈവവിളി കാരണമല്ല, ഏതെങ്കിലും സാമ്പത്തിക ബെനിഫിറ്റിനോ മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സിനോ ആണ് കൺവേർഷൻ നടക്കുന്നത്. അതുകൊണ്ട് അതിനാൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് കൺവേർട്ട് ചെയ്തവരാണ് സോ കോൾഡ് ഒപ്രസ്ഡ് കാസ്റ്റുകളിൽ നിന്ന്, മർദ്ദിത ചൂഷിത ജാതികളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത മനുഷ്യരെന്ന്. ഈ ഒരു ലോജിക്ക് വരുന്നത് തന്നെ സവർണ സ്കോളർഷിപ്പിൽ നിന്നാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് 19-ാം നൂറ്റാണ്ടിലെ ലേഖനങ്ങൾ, അതായത് ആര്യസമാജിൻ്റെ ലേഖനങ്ങളിൽ നിന്നാണ് ഈ ഒരു ഡിസ്കോഴ്സ് തന്നെ ഉടലെടുത്ത് വരുന്നത്. കാരണം എന്താ? കൺവേർട്ട് ചെയ്ത് പോയാൽ ഈ ദളിതനും ബഹുജനും കൊടുക്കുന്ന ചീപ്പ് ലേബർ അന്നുള്ള രാജാക്കന്മാർക്കും അന്നുള്ള ഓവർലോഡ്സിനും കിട്ടുകയില്ല എന്നുള്ള വളരെ സിമ്പിൾ ട്രുത്താണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ് ബോയിൽസ് ഡൗൺ ടു ദ ഐഡിയ ഓഫ് വിൽ അഗ്രേറിയൻ ലേബർ ബി അവൈലബിൾ? എനിക്ക് പൈസ കൊടുക്കാതെ എൻ്റെ പുലത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ മനുഷ്യരെ കിട്ടുമോ? നിങ്ങൾ മറ്റൊരു റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്തു പോകുമ്പോൾ ഇവിടെയുള്ള കസ്റ്റമറി ടൈ ബ്രേക്ക് ആവും. ഇവിടെ നേരത്തെ നിലനിന്നിരുന്നിട്ടുള്ള ഭൂ ഉടമ അടിമ വ്യവസ്ഥ
ബ്രേക്കായി പോകും. കാരണം നിങ്ങൾ പുതിയൊരു കസ്റ്റത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇത് ആചാരനിബദ്ധമായിട്ട് നിലനിർത്തിയ ഒരു വ്യവസ്ഥയാണ് ഇവിടുത്തെ കാർഷിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ കാർഷിക വ്യവസ്ഥയെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള പൊട്ടൻഷ്യലാണ് കൺവേർഷൻ ടു ബുദ്ധിസം, കൺവേർഷൻ ടു ക്രിസ്ത്യാനിറ്റി, XYZ കൺവേർഷൻ. അതുകൊണ്ട് തന്നെ ഇവരെ കൺവേർട്ട് ചെയ്യാതെ ഈ ചീപ്പ് അവൈലബിൾ ലേബർ ഇങ്ങനെ തന്നെ പിടിച്ചു നിർത്തേണ്ട ആവശ്യം മേലാളന്മാർക്കുണ്ടായിരുന്നു. അവരാണ് ആ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരാണ് ആ സമയത്ത് ബുക്കുകൾ എഴുതുന്നത്, അവരാണ് ആ സമയത്തുള്ള ഇൻ്റലക്ച്വൽ സ്പിയർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റി കൺവേർഷന് എന്നെ ഏറ്റവും ഉതകുന്നൊരു ഡിസ്കോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ മിഷനറി പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ വാദം വിച്ച് കണ്ടിന്യൂസ് ടു ടിൽ ഡേ ദാറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത് എന്നുള്ളത് ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നൊരു ഡിസ്കോഴ്സാണ്. ഇതിനെ നിശിതമായിട്ട് വിമർശിക്കുന്നത് ഇന്നും അന്നും ദളിത് ബഹുജൻ സ്കോളേഴ്സ് തന്നെയാണ്. ഇങ്ങനെ ഒരു ഡിസ്കോഴ്സിനെതിരെയായിട്ട് ഇനിയൊരാ ക്രിട്ടിക്ക് വരേണ്ടത് മിഷനറി ഹിസ്റ്റോറിയൻസിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ റെക്കോർഡും ഡോക്യുമെൻസും ഉള്ളത് മിഷനറി ഹിസ്റ്റോറിയൻസിൻ്റെ കയ്യിലാണ്. So when we are talking about such large paradigms like that of education, like that of conversion, like that of colonial modernity which was refracted in multiple ways, we need a combined joint effort. ഞാനൊരു ദളിത് ബഹുജൻ സ്ത്രീയായിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചത് കൊണ്ടോ ദളിത് ബഹുജൻ സ്കോളറായിട്ട് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടോ മാത്രം നമുക്ക് ജാതിക്കെതിരെയോ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒപ്രഷനെതിരെയോ നമുക്കൊരു ലാർജ് സോളിഡാരിറ്റി ഫോർജ് ചെയ്യാൻ പറ്റില്ല. അതിന് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലും അങ്ങനെ ഒപ്രസ്ഡ് ആയിരിക്കുന്ന മനുഷ്യർ ഒരുമിച്ച് വന്ന് ഫൈറ്റ് ചെയ്താൽ മാത്രമേ സാധ്യമുള്ളൂ. സോ ലെറ്റ് ദാറ്റ് ഹാപ്പൻ ആൻഡ് ലെറ്റ് ദാറ്റ് ഹാപ്പൻ വെരി സൂൺ ഇൻ ദ ക്ലൈമറ്റ് ദാറ്റ് വി ആർ ലിവിങ് എന്നുള്ള പ്രത്യാശയോടെ ഞാൻ നിർത്തട്ടെ. താങ്ക് യു.